ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്ലിപ്സും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അൺബോക്സിംഗ് ആണ്. നമ്മൾ ഫ്രെയിംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാനിതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്ലിപ്സ് ആഡാക്കി. ഇനി വേറൊന്നുമല്ല, മിനി ഫ്രെയിമിൻ്റെ സെറ്റിംഗ് വീഡിയോ ആണ്. ഇനി ഗ്ലാസ് അതിൽ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് നമുക്കൊരു സൈസ് കിട്ടും. ഓൾറെഡി നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം അതുപോലെ തന്നെ 4 ഇഞ്ച് അങ്ങനെ ഇതാക്കിയിട്ട് ഞാട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആവുകയാണെങ്കിൽ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പം ഞാനിനി പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. ഇനി നമുക്ക് നല്ല നല്ല ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് എളുപ്പമുള്ള കാര്യമല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയവർക്ക് അറിയാൻ പറ്റും.
നമ്മൾ എത്ര ഫോട്ടോസ് എടുത്താലും അതിൽ 2 3 നല്ലത് കിട്ടുള്ളൂ. അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നതും. ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റൊക്കെ എൻ്റെ റൂമിൽ കിടക്കയിലാണ് ചെയ്യുന്നത്. അപ്പോൾ റിംഗ് ലൈറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കിട്ടാറുണ്ട്. ഇനിയും അതുപോലെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ 2 ഫ്രെയിം എനിക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് പിന്നെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും സെറ്റ് ചെയ്ത് ബാക്കിൽ മാസ്കിൻ ടാപ്പ് യൂസ് ചെയ്തിട്ടാട്ടോ ഒട്ടിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സെൻട്രലായിട്ട് എൻ്റെ ലോഗോയും കൂടി ഒട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്ലിപ്സിൽ ഞാൻ തേടാക്കിന്. ഇതിൽ മൊത്തം ഞാൻ വീഡിയോ ആക്കൂല, ഇതിൽ നല്ലത് മാത്രം സെലക്ട് ചെയ്തിട്ട് ആക്കൂട്ടാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജനലിൻ്റെ നിഴൽ കാണുന്നുണ്ട്, പിന്നെ ലൈറ്റിൻ്റെ നിഴൽ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടാവും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ. ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും കുറേ വീഡിയോസ് എടുത്താലും അതിൽ 2 3 ക്ലിപ്സ് ആയിരിക്കും നല്ലതായിട്ടുണ്ടാകുക. ഞാൻ കയ്യിലെല്ലാം വെച്ചെടുത്ത് നോക്കിയതിന്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. നമുക്ക് വീഡിയോ എഡിറ്റ് ആക്കുമ്പം ഒരു നല്ലതായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നല്ല മഴയായിരുന്നു പുറത്തുണ്ടായത്. അപ്പം ഞാനങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ജനൽ തുറന്നതാണ്. അങ്ങനെ തുറക്കുന്നില്ല, റൂമിലത്തെ ജനൽ കുറവാണ്, എന്നാലും ഇടയ്ക്കൊക്കെ തുറക്കും. അങ്ങനെ ഞാനിപ്പോൾ റൂമിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ റൂമിൻ്റെ അവസ്ഥകൾ കണ്ടല്ല. ഇതിനെ അങ്ങോട്ട് അബദ്ധമാണ് കുറച്ച് ഞാനുണ്ട്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി വീഡിയോയിൽ എടുത്ത് കഴിഞ്ഞ് നമുക്ക് പാക്കിംഗ് ആട്ടാ കാണുന്നത്. അപ്പം നമുക്ക് കൊറിയർ അയക്കേണ്ടതാണെങ്കിൽ ഞാനതിൽ തെർമോക്കോളെല്ലാം വെച്ചിട്ടാട്ടാ. ഗ്ലാസ് പൊട്ടിക്കുന്ന ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ പൊട്ടാതെ കിട്ടണം എന്നുള്ളതും ഒരു ടാസ്ക് തന്നെയാണ്, നമ്മളായിട്ട് പൊട്ടിക്കുന്നതല്ല. നമ്മളിപ്പം കൊറിയറിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് ചാട് ചെയ്യുക. നമ്മൾ വേറെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അവരെടുത്ത് എറിഞ്ഞിട്ടാണ് പാസ് ചെയ്യുക. അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും സങ്കടം വരും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പാക്കിങ്ങും പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, വെറുതെ പാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ നീണ്ടു പോകും. ഇപ്പം തന്നെ വീഡിയോസിന് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ സ്പീഡപ്പായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇനി പറയാനൊന്നുമില്ല. ഇനി പാക്കിങ് പിന്നെ കൊറിയർ അയക്കേണ്ടത് കുറച്ച് സെക്യൂറായിട്ട് തന്നെ പാക്ക് ചെയ്യും. അപ്പം മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതാണ്, കുറേ വീഡിയോസ് ഉണ്ടാവാം, സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ അങ്ങനെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും.